ഒന്ന് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. മൂന്നാം വാക്യത്തിൽ 3 കാര്യമുണ്ട്. ഒന്നാമത്തത് സാഹചര്യമാണ്. എന്താണ് സാഹചര്യം? അദ്ദേഹത്തിൻ്റെ വാക്കിനകത്ത് എന്താണ് സാഹചര്യം? കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമാണ്. അതാണ് അവരുടെ സാഹചര്യം. എന്താണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ സീസണിൻ്റെ പ്രശ്നം? രാജാവ്, രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായിരിക്കും രാജാവ് പറയും, അയ്യോ എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞങ്ങളുടെ രാജ്യത്ത് ഭയങ്കര കഷ്ടത്തിൻ്റെ സീസണാണിത്. ഇത് സ്തോത്രം നിന്ദയുടെ സീസണാണ്. ദിവസം എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, ആ സാഹചര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് ശാസനയുടെ സ്തോത്രം സാഹചര്യമാണ്. ഇതാണ് സാഹചര്യം. നിന്ന, ശാസന, കഷ്ടം, ഇതാണ് സാഹചര്യം. പക്ഷേ ഈ വാക്യത്തിനകത്തൊരു സാധ്യത കിടക്കുന്നു. എന്താ സാധ്യത? നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് നോക്കി. എന്താ സാധ്യത ഇതിനകത്ത്? അടുത്ത വാക്കാണ്. എന്താ അടുത്ത വാക്ക്? ഇത് കഷ്ടവും ശാസ്ത്രയും നിന്നയുള്ള ദിവസമാണ്. അടുത്ത വാചകം എന്താ? കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു സാധ്യതയാണോ അതേ കഷ്ടകാലമാണോ? എത്ര ദാരിദ്ര്യമുള്ള വീട്ടിലാണെങ്കിലും, ഇനി ഒരു കീറ്റുശീല പോലും ഇല്ലെങ്കിലും, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കയ്യിൽ ഏന്തിയിട്ട് എന്താ പറയുന്നത്? അയ്യോ ഇതിനെയും കൂടി വളർത്തണമല്ലോ എന്നാണോ പറയുന്നത്? കയ്യിൽ മേടിച്ചിട്ടല്ല, ഒരു സാധ്യതയാണ്. ജനനം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. സ്തോത്രം. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കി, ഇവിടെ പറയുന്ന വാക്ക് ഇനി മറ്റോടെ പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. മൂന്നാമത്തത് ഒരു പ്രതിസന്ധിയാണ്. എന്താണ് ആ രാജ്യത്തിൻ്റെ പ്രതിസന്ധി? പ്രസവിക്കാൻ ശക്തിയില്ല. ഇപ്പം 3 കാര്യങ്ങൾ നമ്മൾ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. രാജാവ് പറയുകയാണ്, ഒന്നാമത്തത് ഞങ്ങളുടെ സാഹചര്യം ഭയങ്കര കഷ്ടവും നിന്ദയും പ്രയാസമാണ്. ഞങ്ങളുടെ സാധ്യത കുഞ്ഞുങ്ങൾ ജനിക്കാറായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിസന്ധി പ്രസവിക്കാൻ ശക്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയുകയല്ല, പോരാട്ടമാണ്, ബന്ധനമാണ്, മറ്റൊരു നമുക്കത് ചെയ്തെന്ന് പറയുകയല്ല. പ്രാർത്ഥിക്കുന്നവൻ കാര്യം വളരെ കൃത്യമായി പറയും. പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ശരിയാണ്, അശൂർ രാജാവ് വന്ന യുദ്ധത്തിന് പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ യുദ്ധകാലം കഷ്ടകാലമാണ്. ആണോ അല്ലയോ? സ്തോത്രമല്ലേ? നമ്മുടെ രാജ്യം യുദ്ധം നേരിടുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പിശാച് നമ്മൾക്കെതിരെ നിൽക്കുന്നു, ഭയങ്കര പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആത്മീക പോരാട്ടം നടക്കുന്നതൊരു കഷ്ടമാണ്, നിന്ദയാണ്. സ്തോത്രം. നമ്മൾ പറയില്ലേ, പ്രാർത്ഥിക്കാൻ പോയിട്ട് നമ്മുടെ വാക്കിനകത്ത് നിനക്ക് മനസ്സിലാകാം, നീ ഇത്രയും പ്രാർത്ഥിക്കാൻ പോയിട്ട് നിനക്ക് പിന്നെയും പരാജയമാണല്ലോ, പിന്നെയും നിന്റെ കൊച്ചു തോറ്റുപോയല്ലോ എന്ന് പറയുന്നത് സന്തോഷമാണോ നിന്ദയാണോ? അപ്പോൾ യുദ്ധകാലം നിന്ദാകാലമാണ്. യുദ്ധകാലം ഭയങ്കര ശാസനയുടെ കാലമാണ്. എന്താ കാര്യം? പ്രഷറിലാണ് എല്ലാവരും, ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ വഴക്കും ശാസന എല്ലാം ഉണ്ടാകാം. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ രാജാവ് പറയുകയാണ്, യുദ്ധം നടക്കാൻ പോകുന്നു, എല്ലാവരും മരിക്കാൻ പോവാന്നല്ലേ പറയേണ്ടത്? യുദ്ധത്തിന് ജനിക്കുവാണോ മരിക്കുവാണോ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുന്നത്? നടക്കാതിരിക്കട്ടെ, പാകിസ്ഥാൻ ഇന്ത്യയും കൂടി യുദ്ധം നടന്നാൽ ഉടനെ ജനസംഖ്യ കൂടുവാണോ കുറയുവാണോ? കുറയുക സാധാരണ എല്ലായിടത്തും. പക്ഷേ ഈ മനുഷ്യൻ പറയുകയാണ്, യുദ്ധം താഴ്വരയിൽ കിടക്കുമ്പോൾ മരിക്കാൻ പോവാന്നല്ല എഴുതിയത്, ജനസംഖ്യ കുറയാൻ പോവുക എന്നല്ല എഴുതിയത്, ആളുകളെല്ലാം ചാവാൻ പോവാന്നല്ല എഴുതിയത്, കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോവുക. സ്തോത്ര ഹല്ലേലൂയ. അതൊരു സാധ്യതയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ഈ വാക്യത്തിലൂടെ പോരുന്ന വഴിക്ക് പറഞ്ഞയച്ചു, ഭയങ്കര പോരാട്ടവും യുദ്ധവും ഒക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ പോരാട്ടത്തിൻ്റെ ഇടയിൽ നീ വിചാരിക്കാത്ത ചില ജനനങ്ങൾ നടക്കും. സാധ്യതകൾ ഉണ്ടാകും. സാധ്യതകളുണ്ടാകും. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പറ, ഭയങ്കര 2025 ഒരു വർഷാവസാനം ആയതുകൊണ്ടാണ് ഞാൻ ഈ വർഷത്തിൻ്റെ കൂട്ടി പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ വർഷം ഭയങ്കര പ്രതീക്ഷയോടെ വാഗ്ദത്ത വാക്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി, ബൈബിളിൻ്റെ ഇടയിൽ വെച്ചു, നമ്മൾ കലണ്ടറിലൊക്കെ അത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ചു. പക്ഷേ അനുഭവങ്ങൾ യുദ്ധത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു, നിന്ദയുടെ,
ഒക്കെ ആയിരിക്കും. പക്ഷെ കർത്താവിനോട് പറയുന്നു, ആ പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ ജീവിതം യുദ്ധം നേരിട്ടതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ ജനിക്കാറാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭവതിയാകുക അല്ലേ? സ്തോത്രം. മെച്ചൂരാകുക, ഒരു പ്രസവത്തിൻ്റെ സമയം എടുക്കുക. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ട്. ചില വിടുതലുകൾ ഈ പ്രതികൂലത്തിൻ്റെ ഇടയിൽ, ഈ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ, ഈ കഷ്ടകാലത്തിൻ്റെ ഇടയിൽ, ഈ പ്രതികൂലത്തിൻ്റെ ഇടയിൽ ചില വിഷയങ്ങൾ 2025 നീ സഹിച്ച വേദനയുടെ നടുവിൽ, നീ സഹിച്ച ദാരിദ്ര്യത്തിന്റെ ഇടയിൽ, നീ സഹിച്ച കണ്ണുനീരിന്റെ നടുവിൽ നീ പോലും അറിയാതെ നിന്നിൽ ചിലത് ഉരുവായിട്ടുണ്ട്, നിന്നിൽ ചിലത് കരിപ്പിടിച്ചിട്ടുണ്ട്. നീ അത് അറിഞ്ഞോ? ഇന്ന് രാത്രി കാഴ്ചപ്പാടുള്ള ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പറ. പല കാര്യങ്ങളും പ്രശ്നമായിരുന്നു, പല കാര്യങ്ങളും ഞെരുക്കമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി സ്വർഗം കാണുന്നു. യുദ്ധം നടക്കാൻ പോകുകയാണ്. മരണമെന്നല്ല പറഞ്ഞത്, ജനനം. വീട്ടിൽ പ്രശ്നമായിരുന്നു, കുടുംബജീവിതത്തിനകത്ത് കയ്പായിരുന്നു. അടുത്ത കൊല്ലം അങ്ങനെ ആകുമെന്ന് ഓർത്തിരിക്കരുത്. ആ കയ്പിന്റെ ഇടയിലും നിന്റെ പ്രാർത്ഥന ചിലതിനെ ഉള്ളിൽ ഉരുവാക്കിയിട്ടുണ്ട്. പ്രയാസങ്ങൾ നേരിട്ട ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ സ്തോത്രം, ദൈവം ചിലത് ജനിപ്പിക്കാൻ പോകുകയാ. നിന്റെ ജീവിതത്തിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. കർത്താവിന് ചെയ്യാൻ പോവാ. അടുത്ത വർഷം യുദ്ധത്തിന്റെ വർഷമല്ല, അടുത്ത വർഷം മരണത്തിന്റെ വർഷമല്ല, അടുത്ത വർഷം ജനനത്തിന്റെ വർഷമാകും. ആത്മാക്കൾ ഈ സഭയിൽ ജനിക്കും, വീണ്ടും ജനനം നടക്കും. നിങ്ങൾ വിശ്വസിക്ക്. സഭയോടുള്ള ദൂത് പറയുക, സഭയിൽ വീണ്ടും ജനനം നടക്കും. ഏത് സഭ എപ്പോൾ വളർന്നിട്ടുണ്ടോ അതെല്ലാം നല്ല സാഹചര്യത്തിലല്ല. വലിയ പോരാട്ടങ്ങൾ നടന്നു. ശത്രുക്കളെല്ലാം നിന്റെ പാളയത്തിന് മുമ്പിൽ വന്ന് പന്തല് കെട്ടി പോരാടി നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നിനക്കെതിരെ കള്ളക്കഥകൾ കത്തെഴുതി, നിനക്കെതിരെ ജനത്തിന്റെ ഇടയിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. നിനക്ക് കഴിവില്ലാത്തവൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് യുദ്ധത്തിന്റെ പിന്നാമ്പുറം അശൂർ രാജാവിന്റെ മന്ത്രിയായിരിക്കുന്ന റാബ്ഷേക്കെ വന്ന് പറഞ്ഞതും പ്രചരിപ്പിച്ചതും നിങ്ങൾക്കറിയുമോ എന്താണെന്ന്? ഹിസ്കിയാവിൽ ആശ്രയിക്കരുത്. അവന് കഴിവില്ല, അവന് കൃപയില്ല, അവൻ നിങ്ങളെ ചതിക്കുകയാണ്, അവൻ നിങ്ങളുടെ പണം പിടിച്ചു പറിക്കാനാണ് എന്നെല്ലാം നിനക്കെതിരെ പറഞ്ഞ കാലഘട്ടത്തിനപ്പുറം, നീ കേട്ട നിന്നയ്ക്കപ്പുറം സ്വർഗം ചില ആത്മാക്കളെ കണ്ടുവച്ചിട്ടുണ്ട്. ജനിക്കാൻ പോകുകയാ. എനിക്കറിയില്ല കഴിഞ്ഞ കൊല്ലം സഭയുടെ സാഹചര്യം എങ്ങനായിരുന്നു, പാസ്റ്ററുടെ സിറ്റുവേഷൻ എങ്ങനായിരുന്നു, ഈ സഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന ശുശ്രൂഷകരുടെ പ്രതിസന്ധി എന്തായിരുന്നു, സഭ കേട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും എന്തായിരുന്നു, ശുശ്രൂഷകന്മാർ കേട്ട നിന്ന എന്തായിരുന്നു, അവർക്കെതിരെ പിശാച് പൊക്കിക്കൊണ്ടുവന്ന അലിഗേഷൻ എന്തായിരുന്നു, എനിക്കറിയില്ല. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ഒരു ഭാഗമുണ്ട്, സാത്താന്റെ ഒരു ഭാഗമുണ്ട്. ഹിസ്കിയാവിനെ സംബന്ധിച്ച സീസൺ ജനങ്ങൾക്കിടയിൽ കള്ളപ്രചരണം നടത്തുകയായിരുന്നു. യഹോവ നിന്നെ വിടുവിക്കില്ല. ഹല്ലേലൂയ. നിന്റെ രാജാവിൽ ആശ്രയിക്കരുത്, അവന് കഴിവില്ല, അവന് കൃപയില്ല, ഹല്ലേലൂയ എന്നെല്ലാം പറഞ്ഞ് 5 വിധ കാര്യങ്ങളാണ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത്. ആ വേദനയുടെയും നിന്ദയുടെയും ശാസനയുടെയും നടുവിൽ എന്റെ ദൈവം ചില ജനനങ്ങൾ കണ്ടുവച്ചു. മരണമല്ല, ആത്മഹത്യയല്ല, കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു. സ്തോത്രം. ഏറ്റവും എല്ലാ സഭകളുടെയും എല്ലാ വിശ്വാസികളുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരേറ്റവും യുദ്ധത്തിലൂടെ പോയ സമയത്താണ് അവരിൽ പല കൃപകളും ജനിച്ചത്, വരങ്ങൾ ജനിച്ചത്, ആത്മാക്കളുണ്ടായത്, അവർക്ക് ദൈവപ്രവർത്തിക്കുള്ള മുഖാന്തരങ്ങൾ ഉണ്ടായത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി അവരുടെ പ്രതിസന്ധിയാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ മുമ്പ് ഈ വിഷയം തിരിച്ചറിഞ്ഞു. സ്തോത്രം. വിഷയം തിരിച്ചറിഞ്ഞു. നമുക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പരിഹാരം എന്നുള്ള തിരിച്ചറിവില്ല.
കൃപാവരത്തിനകത്ത് അങ്ങനെയുള്ള ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ ഞാൻ സാധാരണ പറയുന്നതിനേക്കാൾ ഇച്ചിരൂടെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം. പ്രവാചക അഭിഷേകത്തിനകത്ത് വെറൊരു ദൂത് പറയുന്നതല്ല, വെറൊരു പ്രശ്നം പറയുന്നതല്ല, പരിഹാരത്തിൻ്റെ അഭിഷേകമാണ് പ്രവാചക അഭിഷേകം. സ്തോത്രം. സൊല്യൂഷൻ. എലീശ പ്രവാചകനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ദൂത് പറയാനുള്ള ഒരു അഭിഷേകം അല്ല. അദ്ദേഹത്തെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ദിവസം സ്തോത്രം ആളുകൾ പായസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അതിനകത്തേക്ക് എന്താണ്ട് പറിച്ചുകൊണ്ട് കൊണ്ടിട്ടു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവാചകന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, കലത്തിൽ മരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് ഇട്ടത് എന്താണ്, ഇട്ടത് ആരാണെന്നൊന്നും അല്ല പറയുന്നത്. കലത്തിനകത്ത് മരണം വ്യാപരിച്ചപ്പോൾ അദ്ദേഹത്തിൽ വ്യാപരിച്ച അഭിഷേകം ആ മരണത്തെ നീക്കാനുള്ള സൊല്യൂഷനാണ്. ആണോ? സ്തോത്രം. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, എൻ്റെ 2 പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക. സ്തോത്രം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നവൻ എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത്, ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു പരിഹാരമാണ് പറഞ്ഞത്. നിന്റെ വീട്ടിലിരിക്കുന്ന എണ്ണയെടുത്ത് കാലിപ്പാത്രങ്ങൾ വായ്പ വാങ്ങിയിട്ട് അതിനകത്തേക്ക് പകർന്നോ, നിന്റെ പ്രശ്നം തീരും. പ്രവാചക അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്നത് പരിഹാരത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. മരം വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരുത്തൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോടാലി ഊരി തെറിച്ച് വെള്ളത്തിൽ പോയി. അയാൾ നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് പറയും, യജമാനനെ വായ്പ മേടിച്ചതായിരുന്നു, എന്ത് ചെയ്യും എന്ന് ചോദിച്ച മാത്രയിൽ യോർദാന്റെ ആഴം എത്രയാണ്, അതെവിടെയാണ് പോയത്. സ്തോത്രം. ഇനി ഇതൊന്നും അല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ പ്രത്യേകത ദൂത് പറയുകയല്ല, പരിഹാരം ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രികാലം സ്വർഗം പറയുന്നു, സ്തോത്രം, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത് നിന്നയും കഷ്ടവും പ്രയാസമുള്ള ദിവസമാണ് എന്ന് പറഞ്ഞ് ആയുസ് തീർക്കുകയല്ല, പരിഹാരമുണ്ടാക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കും. സ്തോത്രം. പ്രശ്നങ്ങൾ തീർക്കാൻ അതിലേക്ക് നമ്മൾ വരികയാണ്. അതിനേക്കാൾ മുമ്പ് സ്തോത്ര ഹല്ലേലൂയ, ഈ മനുഷ്യൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാം. ഒരു വിഷയമുണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വിഷയത്തോട് പ്രതികരിക്കണം. എന്താണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. വേദപുസ്തകത്തിനകത്തെല്ലാം രക്ഷപ്പെട്ടവർ, മാറ്റം വന്നവർ, ഉയർന്നവരെല്ലാം ഒരു കാര്യം കേട്ടിട്ട് പോയതല്ല, കേട്ടതിനോട് പ്രതികരിച്ചവരാണ്. പ്രതികരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. സ്തോത്രം. ഹിസ്കിയാവ് എന്ത് ചെയ്യുന്നു? 37-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 37-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഹിസ്കിയാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്യാക്കീമിനെയും രായസക്കാരൻ ഷെബ്നയെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. മതി. 2 വാക്യത്തിനകത്ത് 2 പ്രതികരണം കാണാം. ഒരു വിഷയം നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ, ഒന്ന് അദ്ദേഹം ചെയ്ത പ്രതികരണം, വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഒരു പ്രതികരണമാണ്, യഹൂദന്മാരുടെ രീതിയാണ്. അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി, സ്തോത്രം, നമ്മൾ കുറച്ചുകൂടെ മൂടിക്കെട്ടും. നമ്മൾ പലരെ കുറിച്ച് പറയാറില്ലേ, അയ്യോ ഇത്രയും വിഷമത്തിനും വേദനയിലായിരുന്നു, കണ്ടാ പറയില്ലായിരുന്നു കേട്ടോ എന്ന് പറയില്ലേ? സ്തോത്രം. കണ്ടാ കല്യാണത്തിന് പോകാന്നാ തോന്നുള്ളൂ, പക്ഷേ പ്രശ്നം അത്ര വലുതായിരിക്കും. പക്ഷെ യഹൂദൻ അങ്ങനല്ല. യഹൂദൻ ഒരിക്കലും അങ്ങനെ പ്രശ്നങ്ങളെ വേഷം കെട്ടി മറക്കുകയല്ല. അവരൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവര് രട്ടുടുക്കും. എത്രയോ പേര് അത് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ വരുന്നത്, അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ നാട്ടിലെ അന്നത്തെ രീതി അവർ രട്ടുടുക്കും.
രട്ടുടുത്തൊരു മനുഷ്യനെ കാണുമ്പോൾ ഓർത്തോളണം, അവൻ ദുഃഖത്തിലാണ്, അവൻ കഷ്ടത്തിലാണ്. അതിനെ മറക്കത്തില്ല, അവർ അതിനെ ഒതുക്കത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ദുഃഖം ഒതുക്കിക്കൊണ്ട് നടക്കരുത്, പൊട്ടിത്തെറിക്കും. സ്തോത്രം. അത് ദൈവസന്നിധിയിൽ പകരണം. അതിന് പറ്റിയ സ്ഥലം എവിടാന്ന് കണ്ടെത്തണം. വേദന നമ്മൾ ഒരിക്കലും കൊണ്ട് നടക്കരുത്, മറച്ചു കൊണ്ട് നടക്കരുത്. കാലം പഴുകും തോറും അതിൻ്റെ വിടുതലും താമസിക്കും. ഇവര് പെട്ടെന്ന് ഇയാൾ വസ്ത്രം കീറി രട്ടുടുത്തു, ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി. അങ്ങനെയൊക്കെ വേണമെന്ന് ചോദിക്കും. പക്ഷേ ഒരു പ്രതികരണം ഉണ്ടെങ്കിലേ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. മൊർദെഖായിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന വലിയൊരു അനർത്ഥത്തെക്കുറിച്ച് അറിഞ്ഞു. ഭയങ്കരമായിരിക്കുന്ന പ്രശ്നം, ഒരു ആഭ്യന്തര പ്രശ്നമാണ്. പുറത്തുനിന്നൊരു രാജാവ് വന്നിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. അവരെ ആശ്രയിച്ച് ചെന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ, പേർഷ്യൻ രാജ്യത്തിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചിരിക്കുക. അതിനകത്ത് കുടിയേറ്റക്കാരായി ചെന്നിരിക്കുന്ന, അടിമകളായി ചെന്നിരിക്കുന്ന യഹൂദന്മാരെ കൊന്നുകളയാൻ. ഇതറിഞ്ഞ മൊർദെഖായി പ്രതികരിച്ചത് 4:1 കാണുന്നത്. അദ്ദേഹം വസ്ത്രം കീറി രട്ടുടുത്തു. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന്. മതി. ഹിസ്കിയാവ് വസ്ത്രം കീറി രട്ടെടുത്തോണ്ട് എങ്ങോട്ടാ പോയെ? അല്ലല്ല, അത് മൊർദെഖായി. ഹിസ്കിയാവ് എങ്ങോട്ടാ പോയെ? ദൈവാലയത്തിലേക്ക് പോയി. മൊർദെഖായി എങ്ങോട്ടാ പോയെ? സ്തോത്രം. പ്രതികരണം കേട്ടോളണം. വസ്ത്രം കീറി രട്ടെടുത്തു. പക്ഷെ എങ്ങോട്ടാണ് രട്ടെടുത്തോണ്ട് പോകുന്നത്? എങ്ങോട്ടാണ് വസ്ത്രം കീറിക്കൊണ്ട് പോകുന്നത്? അത് ശ്രദ്ധേയമാണ്. മൊർദെഖായി രട്ടെടുത്തുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ പോയി. പട്ടണത്തിന്റെ നടുവിൽ പ്രശ്നപരിഹാരമില്ല. എന്നാൽ ഹിസ്കിയാവ് രട്ടെടുത്തുകൊണ്ട് ആലയത്തിലേക്ക് പോയി. ഇന്ന് രാത്രി ദുഃഖമുണ്ടെങ്കിൽ അത് തീരുന്ന സ്ഥലം ദൈവസന്നിധിയാണ്. വേറൊരാളുടെ വീടല്ല, വക്കീൽ ഓഫീസല്ല, മനഃശാസ്ത്രജ്ഞന്റെ വീട്ടിലല്ല. അവിടെ ഒന്നും തീരിയല്ല. ആരാധനയുള്ള, ദൈവമുള്ള, പ്രാർത്ഥനയുള്ള, വചനമുള്ള, അഭിഷേകമുള്ള, ദൈവകൃപയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം ഈ കാര്യത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി നിങ്ങൾ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നമ്മൾ ഒത്തിരി സാധ്യതയുള്ളവരാണ്. പലർക്കും അറിയില്ല. അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ പലരും ആത്മഹത്യ ചെയ്തു പോയത്. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ചിലർ അറ്റംപ്റ്റ് ചെയ്തെങ്കിലും നമ്മൾ ഇന്നിവിടെ ഇരിക്കാൻ കാരണം മരിക്കുന്നതിനേക്കാൾ മുമ്പ് സാധ്യതകൾ കണ്ടെത്തി. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു വഴിയില്ലാതെ വന്ന് മരിച്ച ആളുകൾ, അപ്പം അവര് യേശുക്രിസ്തുവിലൂടെ വിടുതലുണ്ടെന്നും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്നും അവരറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവരിൽ പലരും ഇന്നും തിരുവനന്തപുരത്ത് കണ്ടേനെ. സാധ്യതകൾ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് പലരും സാത്താൻ കൊണ്ടുപോയി. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഞാനും നിങ്ങളും സാധ്യത കണ്ടെത്തിയവരാണ്. എന്താ സാധ്യത? ദൈവം ഒരു സാധ്യതയാണ്, യേശുക്രിസ്തു ഒരു സാധ്യതയാണ്, പരിശുദ്ധാത്മാവ് ഒരു സാധ്യതയാണ്, സഭ ഒരു സാധ്യതയാണ്, അഭിഷിക്തന്മാരൊരു സാധ്യതയാണ്, പ്രാർത്ഥന യോഗം ഒരു സാധ്യതയാണ്, ആരാധന ഒരു സാധ്യതയാണ്. അതിനകത്ത് ചെന്നാൽ നശിക്കത്തില്ല. സ്തോത്ര. പട്ടണത്തിലേക്കല്ല ചെല്ലേണ്ടത്, ബന്ധുക്കളുടെ അടുക്കലേക്കല്ല ചെല്ലേണ്ടത്. സ്തോത്രഹല്ലേലൂയ. അധികാരത്തിലിരിക്കുന്ന എസ്തേറിന്റെ അടുക്കലേക്ക് അല്ല ചെല്ലേണ്ടത്. എങ്ങോട്ട് ചെല്ലണം? ദൈവസന്നിധിയാണ് സാധ്യത. ഇന്ന് രാത്രി അതിനെ മുറുകെ പിടിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? സാധ്യതയിലേക്ക് ചെല്ലുക. സാധ്യതയിലേക്ക് ചെല്ലുക. സ്തോത്രം. മനഃപൂർവ്വമായിട്ട് ഇത് രാത്രി ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാര്യം ബോധിപ്പിച്ചു വിടുകയാണ്. വീട്ടിൽ പോയിട്ടാ തീരുമാനിക്കേണ്ടത് സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഒന്ന്, രട്ടുടുത്ത് സ്തോത്രം നേരെ ആലയത്തിലേക്ക് പോയി. അവിടെ കൊണ്ടും തീർന്നില്ല. സ്തോത്രം. 3-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു. അതിന് മുകളിൽ
മോളിൽ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ രാജധാനി വിചാരകൻ 2-3 പേരെ രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. പ്രവാചകൻ ഒരു സാധ്യതയാണ്. രാജാവ് എത്ര വലിയവനാണെങ്കിലും അധികാരിയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആളാണ് ആരാണോ അവരുടെ അടുക്കലേക്ക് അയച്ചു. ദൂത് മാറി വരികയാണ്. ഇപ്പൊ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിന്റെ മുമ്പിൽ സാധ്യതകളുണ്ട്. സ്തോത്രം. ആ സാധ്യതകൾ ഉപയോഗിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ അടുക്കലേക്ക് 2-3 ആളുകളെ അയച്ചു. അവന്റെ അടുക്ക ചെന്നു. സ്തോത്രം. 4-ാമത്തെ വാക്യം, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രാബ്ശേക്കെ അവന്റെ യജമാനായ അശ്ശൂർ രാജാവ് അയച്ചിരിക്കുന്നു പറയിപ്പിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവയുടെ പക്ഷെ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനി ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഒരു പ്രതികരണമാണ്. യെശയ്യാവിനോട് പറഞ്ഞു, ഈ രാജ്യത്ത് ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പക്ഷപാതം കഴിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഏത് രാജാവാണെങ്കിലും. അതിനാണ് ദൈവം പ്രാർത്ഥിക്കുന്നവരെ നിർത്തിയിരിക്കുന്നത്, സഭയെ നിർത്തിയിരിക്കുന്നത്, ആലയത്തെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, ഈ ആലയം, ഈ സഭ അനേകർക്ക് സാധ്യതയാകട്ടെ, അധികാരികൾക്ക് സാധ്യതയാകട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതിയിൽ കാണ്. സ്തോത്രം. ഉന്നതന്മാർക്ക്, ഭരണകർത്താക്കൾക്കൊരു സാധ്യതയാകട്ടെ. ഉന്നത അധികാരത്തിലിരിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഒരു സാധ്യതയാകട്ടെ. നീ ഒരു പ്രവാചകനോ പ്രവാചകയാണെങ്കിൽ നിന്റെ കാര്യം നടക്കാൻ വേണ്ടി ഇത്രയും നാൾ നടന്നെങ്കിൽ കാര്യങ്ങൾ മാറി വരികയാ. നീ ഒരു സാധ്യതയായി മാറുകയാ. സാധ്യതയായി മാറുകയാ. ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോകാം. സ്തോത്രം. ഒരല്പസമയം കൂടി ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. 3-ാമത്തെ വാക്യത്തിന്റെ 3-ാം ഭാഗം, രാജാവ് കണ്ടത് ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പക്ഷേ പ്രസവിപ്പാനോ ശക്തിയില്ല. പ്രസവിക്കാനോ ശക്തിയില്ല. ഞാൻ കുറച്ചുകൂടെ ഈ കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. സ്തോത്ര. ഹല്ലേലൂയ. ഗർഭം ധരിക്കാൻ ശക്തി വേണ്ടായിരുന്നു. ശക്തി അവിടെ കുറിച്ച് എഴുതിയിട്ട്, പക്ഷെ പ്രസവിക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. സ്തോത്രം. ഒരു വാഗ്ദത്തത്തെ പ്രാപിക്കാൻ ശക്തി വേണ്ട. യോഗത്തിന് വന്നിരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ വഴിയെ പോകുന്നൊരു ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ കയറി ഒരു വാഗ്ദത്തം ഉള്ളിലാക്കും. പക്ഷെ അതിനെ ഡെലിവറി ചെയ്യണമെങ്കിൽ, അത് പുറത്തു വരണമെങ്കിൽ ശക്തി വേണം. സ്തോത്രം. ശക്തി വേണം. അതുകൊണ്ടാണ് ഒരു പ്രഗ്നന്റ് ലേഡിയെ ആസ്പത്രിക്കാർ കൂടെ 10 മാസങ്ങൾക്കിടയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. BP കൂടുന്നുണ്ടോ, ഷുഗർ കൺട്രോളാണോ, ബ്ലഡ് ലെവൽ ഓക്കെ ആണോ, എന്തിനാ നോക്കുന്നത്? സ്തോത്രം. പ്രസവ ദിവസത്തേക്ക് അടുക്കുമ്പോൾ അപകടത്തിലേക്ക് പോകരുത്. സ്തോത്രം. ശക്തിയോടായിരിക്കണം, ആരോഗ്യത്തോടായിരിക്കണം. അത് നാച്ചുറലി ഉള്ളതാണെങ്കിൽ ആത്മീകത്തിനും പറയാം. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതനെ അങ്ങനെ പരിഗണിക്കുക. അടുത്ത വർഷം, കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവിൽ ഗർഭം ധരിച്ചതെല്ലാം ഡെലിവറി ആകുന്നൊരു വർഷമായി മാറണം. അതിനെന്താ വേണ്ടത്? സ്തോത്രം. അതിനെന്താ വേണ്ടത്? ഹിസ്കിയാവ് കണ്ടെത്തി. യുദ്ധമൊക്കെ ശരിയാണ്. പാളയത്തിൽ അശ്ശൂർ രാജാവ് വന്നിട്ടുണ്ട്. മതിലുകളിലെല്ലാം അവൻ ഭയങ്കര സംഭവങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്നത് യുദ്ധമല്ല, മരണമല്ല. ഇതിനിടയിൽ വലിയ ജനനം നടക്കാൻ പോവുക. ഇതിനിടയിൽ വലിയ വിടുതൽ നടക്കാൻ പോകുക. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേക തരത്തിലെ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. അതിനെന്താ വേണ്ടത്? അതിന് പോയി കിടന്ന് ഉറങ്ങിക്കോളാനല്ല. സ്തോത്രം. പ്രവാചകൻ രാജാവിനോട് പറയുകയല്ല,
പ്രവാചകൻ രാജാവ് പ്രവാചകനോട് പറയുകയാണ്, യജമാനനെ, കർത്തൃദാസനെ, ഞങ്ങൾക്കറിയാം ഒറ്റ കാര്യമുള്ളൂ, ഇവിടം കൊണ്ട് തീരില്ല, ഇവിടം തുടങ്ങാൻ പോവാ. ജനനം ഒരു തുടക്കമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇവിടം കൊണ്ട് തുടങ്ങാൻ പോകുക. റാബ്ഷേക്കെ വന്നത് ഇവിടം കൊണ്ട് തീർക്കാനാണ്. അശൂർ രാജാവ് വന്നത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനാണ്. എന്നാൽ സ്വർഗം പറയുന്നു ഇവിടം കൊണ്ട് തുടങ്ങാനാ ദൈവം പ്ലാൻ ചെയ്യുന്നതെന്ന്. എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ചില വിഷയങ്ങൾ നീ വിചാരിച്ചു ഞങ്ങളുടെ ഭവനം നേരിട്ട ഇത്ര വലിയ, ഞാൻ ഇന്നത്തെ പ്രസംഗ ഭാഷയിൽ അങ്ങനെ പറയുന്നത്, ഇത്ര വലിയ യുദ്ധം, സമ്മർദ്ദം, മനസ്സ് തളർന്ന വിഷയം, ആടി ഉലഞ്ഞു പോയ വിഷയം, ഇതുകൊണ്ട് ഞങ്ങൾ കുടുംബം മുഴുവൻ തീരുമെന്നാണ് വിചാരിച്ചത്, ഇതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തീരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നുണ്ടോ? എന്തിനാ ജീവിക്കുന്നത്? എല്ലാവർക്കും കൂടി മരിക്കാമെന്നാണ് തീരുമാനിച്ചത്. അശൂർ രാജാവ് വന്നത് യുദ്ധം കൊണ്ടാ. യുദ്ധം തീർക്കാനുള്ളതാ, കൊല്ലാനുള്ളതാ. പക്ഷെ സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, അന്ന് നിന്റെ കുടുംബത്തിൽ ആ കഷ്ടം നേരിട്ടത് കൊണ്ട് നിന്റെ വീട്ടിൽ പുതിയൊരു തുടക്കം കുറിച്ചു. ജനനം ഒരു തുടക്കമാണ്, മരണം ഒരു ഒടുക്കമാണ്. രാത്രി സ്വർഗം പറയുന്നു, വലിയ യുദ്ധം നേരിട്ടത് കൊണ്ട്, വലിയ വെല്ലുവിളി നേരിട്ടത് കൊണ്ട്, വലിയ ചലഞ്ച് നീ ഏറ്റെടുത്തത് കൊണ്ട്, വലിയ പ്രതികൂലം നേരിട്ടത് കൊണ്ട്, രക്തം ജയം ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു ജനനം സ്വർഗം ഉരുവാക്കിയിട്ടുണ്ട്. നിന്റെ അകത്ത് എന്തൊക്കെയോ ദൈവം പുതുതായിട്ട് ഗർഭിണിക്കകത്ത് ഉരുവായതുപോലെ ഈ കഷ്ടങ്ങളുടെ നടുവിൽ നീ സഭയെ കണ്ടു, നീ ദൈവദാസന്മാരെ കണ്ടു, നീ കർത്താവിനെ കണ്ടു, നീ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു, നീ ആരാധനയെ അറിഞ്ഞു, അഭിഷേകത്തെ അറിഞ്ഞു, പുതിയ തുടക്കത്തെ അറിഞ്ഞു. എത്ര പേർ ഇന്ന് രാത്രി ഇത് ശരിയാണെന്ന് പറയുന്നുണ്ട്? അന്ധകാര ശക്തികൾ വലിയ വലിയ യുദ്ധകാഹളം മുഴക്കി വന്നപ്പോഴാണ് ഞങ്ങൾ പുതിയ തുടക്കത്തിന് നാന്ദി കുറിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരട്ടെ. രാത്രി സ്വർഗം പറയുന്നു വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുകയാ, വലിയ ജനനങ്ങൾ നടക്കാൻ പോകുകയാ, വലിയ തുടക്കങ്ങൾ കുറിക്കാൻ പോകുകയാ, അത്ഭുതം നടക്കാൻ പോകുകയാ. ഇസ്രായേലിനെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോകുകയാ. അശൂറിനെ സംബന്ധിച്ച് ഇത് തിരിച്ചടിയാകും. അവന് മരണം, ഞങ്ങൾക്ക് ജനനം. എത്ര പേർ സ്തോത്രം ചെയ്ത് സ്വീകരിക്കും? നിനക്കെതിരെ ആഭിചാരം ചെയ്ത് ഞാൻ മരിക്കുക എന്നുള്ള വാക്ക് അവസാനിക്കുക എന്നുള്ള വാക്കിൽ എടുക്കുന്നത് ആത്മീക ചിന്തയിൽ ഇന്ന് രാത്രി നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അവന്റെ പാളയത്തിൽ മരണം. സ്തോത്ര യുദ്ധം നേരിടേണ്ടിയിരുന്ന നീ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് നിന്റെ പാളയത്തിൽ ജനനം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവിനോട് രാജാവ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പറയിപ്പിച്ചത്, ഞങ്ങളെല്ലാരും കൂടി മരിക്കാൻ പോവാന്നല്ല, മൊർദെഖായി ചെന്ന് പറഞ്ഞതുപോലല്ല. രാജാവ് പ്രാർത്ഥിക്കുന്നവൻ കാഴ്ചപ്പാടുള്ളവനാണ്. അവന് കാര്യങ്ങളെക്കുറിച്ചുള്ള ആത്മീക കാഴ്ചപ്പാട് ലഭിക്കും. അവൻ ആ കാഴ്ചപ്പാടിൽ പറയുകയാണ്, സ്തോത്രം, പ്രസവിക്കാൻ ശക്തിയില്ല. ഇവിടെ യുദ്ധം പ്രശ്നമല്ല, ശത്രു പ്രശ്നമല്ല, ആയുധങ്ങൾ പ്രശ്നമല്ല, സാഹചര്യം പ്രശ്നമല്ല. ഒറ്റ കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം, ശക്തിയില്ല. ഇന്ന് രാത്രികാലം ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ യുദ്ധം മറ്റൊരു ലെവലായി മാറും. ഡിസംബർ മാസം വരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ശക്തി, ദൈവം ആ ശക്തിയെ, നിങ്ങൾക്കറിയാം, അശൂർ പാളയത്തിലേക്ക് ദൂതനെ അയച്ചു. 1,85,000 അശൂർ പട്ടാളക്കാരാണ് പട്ടുപോയത്, തീർന്നു പോയത്. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, വേറൊരു ഇന്ന് വരെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വിടുതൽ. സ്തോത്രം.
അതിനാണ് പുതിയൊരു തുടക്കമെന്ന് ഹിസ്കിയാവിന് വെളിപ്പെട്ടത്. അല്ലാതെ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരും പ്രസവിച്ചു എന്നുള്ളതല്ല, ജനസംഖ്യ കൂടി എന്നുള്ളതല്ല. ആത്മീകമായിട്ടൊരർത്ഥം അതിനുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇസ്രായേൽ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത വണ്ണം ദൈവം ഒരു കാര്യം ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്ന ഒരു പുതിയ കാര്യം വെളിപ്പെടാൻ പോവുകയാണ്. അത് ദൂതൻ ഇറങ്ങി വന്ന് രാത്രി പാളയത്തിനകത്ത് 1,85,000 അശൂർ പട്ടാളക്കാരെ ഇല്ലാതാക്കി. സ്തോത്രം. അതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പദ്ധതി ഇടുക. അതിന് ദൈവജനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ശക്തിയാണ്. ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ യുദ്ധം മറ്റൊരു രീതിയിലാകും. ഇനി ശക്തി വ്യാപരിച്ച മേഖലകളെല്ലാം നോക്കിക്കും. കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും, നമ്മളിപ്പോൾ വായിച്ച ഫോർമുല അനുസരിച്ച്, സ്തോത്രം, ആ ദിവസം നിന്ദയും കഷ്ടവും ശാസനയുള്ള ദിവസമാണ്. പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിലിട്ട ദിവസം അവരെ സംബന്ധിച്ച് ഭയങ്കരമായ നിന്ന ചന്തസ്ഥലത്തൂടെ വലിച്ചഴച്ച ദിവസമാണ്. പക്ഷെ അവർ നിരാശരായെങ്കിൽ, അവരുടെ ഉള്ളിൽ മരണമാണ് വ്യാപരിച്ചതെങ്കിൽ, അവരന്ന് രാത്രി പാടില്ലായിരുന്നു. അന്ന് രാത്രി അവർ പ്രാർത്ഥിക്കില്ലായിരുന്നു. അന്ന് രാത്രി അവർ ആരാധിക്കില്ലായിരുന്നു. പക്ഷെ അവരുടെ അകത്ത്, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വായിച്ചു, വായിക്കാൻ പറ്റില്ല, മനസ്സിലാക്കി, അവിടെ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുവരെ മാർസിഡോണിയൻ കാരാഗ്രഹത്തിൽ കണ്ടിട്ടില്ലാത്തതൊന്ന് കാണാൻ തുടങ്ങി. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കകത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും ഉയർക്കാതിരിക്കാൻ വേണ്ടി കല്ലറ കാവൽ ചെയ്ത് സീൽ ചെയ്തതാ. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ദൈവജനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച്, അവരുടെ നിരാശയുടെ ദിവസം, നിന്ദയുടെ ദിവസം, ഏറ്റവും കഷ്ടത്തിന്റെ ദിവസം. ആ ദിവസങ്ങളിൽ ഒരു വാതിലടച്ച് യഹൂദന്മാരെ പേടിച്ച് അകത്തിരിക്കുമ്പോൾ കല്ലറയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. ശക്തി വ്യാപരിച്ചപ്പോൾ അന്ന് വരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. മാളിക മുറിയിൽ ശക്തി വ്യാപരിച്ചപ്പോൾ പുതിയ തുടക്കം, അവിടെ ജനനം നടന്നു, സഭയുണ്ടായി. ഇനി അങ്ങോട്ടുള്ള ഓരോ ഭാഗവും നിങ്ങൾ ചിന്തിച്ചു. പ്രശ്നത്തെ പ്രശ്നമായി കാണാതെ ഈ രാജാവ് കണ്ടതുപോലെ നിന്നയും കഷ്ടം അതിനെ മറക്കണ്ട. ശരിയാണ്, ഞങ്ങളുടെ സാഹചര്യം ശരിയല്ല, ഞങ്ങൾ കിടക്കുന്ന ദേശം ശരിയല്ല, യുദ്ധ കൊതിയന്മാർ വെല്ലുവിളിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്നും അവന്മാർ മോശമാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് വിറ്റുപിറക്കി പോരാതിരിക്കുകയല്ല, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ശക്തി വ്യാപരിക്കണം. അതിൻ്റെ സകല സാധ്യതകൾ ഉപയോഗിക്കണം. ഈ ശക്തി വ്യാപരിക്കാനുള്ള സാധ്യത അതെന്താണോ അത് ദൈവസന്നിധിയിൽ ഉണ്ടാകണം. അയാൾക്ക് മനസ്സിലായി, ഇവിടെ വേറൊരാളെ, വേറൊരു രാജ്യത്തെ കൂട്ടുപിടിച്ച്, സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് യുദ്ധം വലുതാക്കിയല്ല വേണ്ടത്, ആത്മീകരെ കൂട്ടുപിടിച്ച് ശക്തി വലുതാക്കിയാണ് വേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ആത്മീകരെ കൂട്ടുപിടിച്ച് ശക്തി വലുതാക്കുക. ഹല്ലേലൂയ. മറ്റൊരു രാജ്യത്ത് 2 ഓപ്ഷനാണുള്ളത്. രാജാക്കളാണെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ഇസ്രായേലിൽ സഹോദരന്മാരെ ഇതിനു മുമ്പ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. യുദ്ധം നേരിട്ട സമയത്ത് അവര് ചെയ്തത്, യെഹോശാഫാത്തിനെ പോലുള്ളവരൊക്കെ നല്ലവരായിരുന്നു ചെയ്തത്, വേറെ രാജാക്കന്മാരോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ചെറിയ രാജ്യമാണ്, നീയും ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് യുദ്ധം വലുതാക്കി. ഹിസ്കിയ രാജാവ് അടുത്തുള്ള രാജാവിൻ്റെ അടുക്ക് പോയി കാല് പിടിക്കുകയല്ല ചെയ്തത്, പ്രവാചകന്റെ അടുക്ക് ചെന്ന് പറഞ്ഞു, സ്തോത്രം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടുത്തെ പോരായ്മ സൈന്യത്തിൻ്റെ കുഴപ്പമോ ഞങ്ങളുടെ ധൈര്യത്തിൻ്റെ കുഴപ്പമല്ല, ശക്തി ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും.
ആത്മീക ശക്തിയാണ് ഇവിടെ. പ്രസവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് സ്പിരിച്വൽ ലാംഗ്വേജ് ആണ്. ഇവിടെ പറയുന്നത് ആത്മശക്തിയാ. ആത്മശക്തി ആസ്പത്രിയിൽ പോയാൽ കിട്ടില്ല. ആത്മശക്തി കോടതിയിൽ പോയാൽ കിട്ടില്ല. ആത്മശക്തി അടുത്ത വീട്ടിലെ രാജാവിന്റെ അടുക്ക പോയാൽ കിട്ടില്ല. ആത്മശക്തി ആങ്ങളുടെ അടുക്ക പോയാൽ കിട്ടില്ല. അതിന് ആത്മശക്തി വ്യാപരിക്കുന്ന പ്രവാചകന്റെ അടുക്ക പോകണം. രാത്രി ദൈവം നിങ്ങളെ തിരിച്ചുവിടുകയാ. ദൈവം നിങ്ങളെ തിരിച്ചുവിടുകയാ. നീ സ്വത്രം വിഷയം വലുതാക്കരുത്, പ്രശ്നം വലുതാക്കരുത്, യുദ്ധം വലുതാക്കരുത്. ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിൽ സ്വർഗം പറയുന്നു, യുദ്ധമൊക്കെ ദൈവം ഏറ്റെടുക്കും. നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നോക്ക്. അതിന് കൂട്ടായ്മകൾ വർദ്ധിപ്പിക്ക്, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്ക്. നിന്റെ വീട്ടിലേക്ക് പ്രവാചകന്മാരെ വിളിക്ക്. നിന്റെ വീട്ടിൽ പാവിരിക്ക്. നിന്റെ വീട് തുറക്ക്. നീ കൂട്ടായ്മയ്ക്ക് പോ. തിങ്കളും ചൊവ്വ ബുധനും വേഴൊക്കെ നീ പ്രാർത്ഥനയ്ക്കിരിക്ക്. ശക്തി വർദ്ധിക്ക്. സ്വർഗം ചിലത് ജനിപ്പിക്കാൻ പോകുകയാ. ജനിപ്പിക്കാൻ പോകുക. ദൈവം അത് ചെയ്യാൻ പോവുക. ഞാൻ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: അന്തരീക്ഷം മാറ്റാൻ പറ്റിയാൽ സ്തോത്രം, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അവസാനത്തെ ലാസ്റ്റ് പോയിന്റ്, അന്തരീക്ഷം മാറ്റുന്നത് കുറെ അലങ്കാര ലൈറ്റുകൾ ഇട്ടും സ്തോത്രം അല്ലെങ്കിൽ തോരണം തൂക്കിയല്ല. ആത്മീക ചരിത്രത്തിൽ അന്തരീക്ഷം മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവ് കൊണ്ട് അന്തരീക്ഷം മാറ്റാമെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. എന്നും യോഗം, എന്നും പ്രാർത്ഥന. ഇത്രയും അഭിഷിക്തന്മാർ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു സഭയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി എന്നിട്ടും ദൈവം പറയുന്നു, നിങ്ങളുടെ ശക്തി അടുത്ത കൊല്ലം കൂടട്ടെ. ഓരോരുത്തരുടെയും പവർ കൂടട്ടെ. ഞാൻ ഉറപ്പ് തരാം, 2025 വരെ നിങ്ങൾ കണ്ട വെല്ലുവിളി അടുത്ത കൊല്ലം ഉണ്ടാകില്ല. ഷുവർ, യേശുവിന്റെ നാമത്തിൽ അടുത്ത കൊല്ലം ഉണ്ടാകില്ല. ശക്തി കൂടുന്നിടത്ത് കല്ലുരുണ്ടു പോകും. ശക്തി കൂടുന്നിടത്ത് മുദ്ര പൊട്ടി മാറും. ശക്തി കൂടുന്നിടത്ത് കെട്ടുകൾ അഴിയും. ശക്തി കൂടുന്നിടത്ത് മുറിവുകൾ ഉണങ്ങും. അടിച്ചു കീറിയ കർത്താവിന്റെ ശരീരത്തിന്റെ മുറിപ്പാടുകൾ ഉണങ്ങി. ശക്തി കൂടുന്നിടത്ത് ജീവൻ വ്യാപരിക്കും. ജനനം നടക്കും. മരണം മാറിപ്പോകും. രാത്രികാലം സ്വർഗം പറയുന്നു, മരണം നീക്കുന്ന അന്തരീക്ഷം, രോഗം മാറ്റുന്ന അന്തരീക്ഷം, യുദ്ധം മാറ്റുന്ന അന്തരീക്ഷം അതിന്ന് രാത്രി സ്വർഗം ചെയ്യാൻ പോകുകയാ. അതിന്റെ പകർച്ച ദൈവം തരാൻ പോവാ.